നമസ്കാരം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇടാതെ കഴിഞ്ഞുപോയി. കാലാവസ്ഥയിലൊന്ന് മാറി, ചിങ്ങമാസമായി. എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? ഓണക്കാലമൊക്കെ ആയില്ലേ? ഓണക്കാലത്തിന് ഒരുങ്ങുകയായിരിക്കും അല്ലേ? അപ്പോൾ സംസ്കൃത ഭാഷയിൽ വിഭക്തി പറയുന്ന കൂട്ടത്തിൽ തൃതീയ വിഭക്തി വരെ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ചതുർത്ഥി വിഭക്തിയെപ്പറ്റി ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ചതുർത്ഥി വിഭക്തിയുടെ അർത്ഥം ആയിക്കൊണ്ട് എന്നാണ്. ആയിക്കൊണ്ട് ചതുർത്ഥീച സർവത്ര പരികീർത്തിത. ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യുക, അതായത് കൊടുക്കുക, സമർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ, അതുപോലെ നമസ്കാരം പറയുക എന്ന അർത്ഥത്തിൽ ഈ വിഭക്തി ഉപയോഗിക്കുന്നു. ഉദാഹരണമായി, പിതാ പുത്രായ മോദകാനി ദദാതി. അച്ഛൻ മകനായിക്കൊണ്ട് മധുരപലഹാരങ്ങൾ കൊടുക്കുന്നു. ഗുരവേ നമഃ. ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. വ്യാകരണാചാര്യനായ പാണിനി മഹർഷി ഈ വിഭക്തിക്ക് സമ്പ്രദാന വിഭക്തി എന്നാണ് പേരിട്ടിരിക്കുന്നത്.